മുബഷിപ്പി അക്ബർ, നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ വല്ലാതെ ഉള്ളിലെയ്യുന്ന കാഴ്ചയിലാണ് ഈ വാർത്താപ്രഭാതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 4 പേരും ക്രിസ്മസ് പരീക്ഷ എഴുതി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മഴ പെയ്ത് തെന്നിക്കിടന്ന റോഡിലേക്ക് ദിശ തെറ്റിയെത്തിയ മറ്റൊരു ലോറിയിലിടിച്ച് ഈ സിമൻറ്റ് ലോറി ഇവരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുന്നത്. 3 പേരും തൽക്ഷണം അവിടെ വെച്ച് മരിച്ചു. മറ്റൊരാൾ ആശുപത്രിയിൽ പോകുന്ന മധ്യം മരിക്കുകയും ചെയ്തു. അൽജിനാഷിറിൻ മാത്രം രക്ഷപ്പെട്ടു. കണ്ണീരിലാഴ്ത്തിയാണ് നാട് ഇവർക്ക് വീട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴേക്കാണ് ഖബറടക്കങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്? അത് രാവിലെ തന്നെ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഇവരുടെ വീടുകളിലെത്തിയിരുന്നു. മുബഷിപ്പി അക്ബർ. അരുൺകുമാർ, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി റിദ ഫാത്തിമയുടെ വീട്ടിലേക്ക് വലിയൊരു ജനത്തിരക്കുണ്ടായിരുന്നു. പതിനേറ്റുകളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് റിദ ഫാത്തിമയുടെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. സങ്കടം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യം. മാതാപിതാക്കളൊക്കെ തന്നെ അത്രയധികം ദുഃഖത്തിലാണ്. ഇതായിപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മൃതദേഹം വീടിൻ്റെ തൊട്ട് മുൻപിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ റിദ ഫാത്തിമയോടൊപ്പം കൂടെ പഠിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, സഹപാഠികൾ, അയൽവാസികൾ, നാട്ടുകാരൊക്കെ തന്നെ അവസാനമായി 13-കാരിയെ പിഞ്ചു കുഞ്ഞിനെ അവസാനമായി നോക്കി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച. തൊട്ടപ്പുറത്തെ വിദ്യപ്പൊട്ടി റിദ ഫാത്തിമയുടെ ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്. ചെറുപ്പം മുതൽ ഒരു ക്ലാസ്സിൽ പഠിച്ചു വളർന്ന വിദ്യാർത്ഥികൾ, 4 വിദ്യാർത്ഥികൾ. ഈ മേഖലയിൽ ഏകദേശം 1/2 കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രം താമസിക്കുന്ന 4 വിദ്യാർത്ഥികൾ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ ക്രിസ്മസ് അവധിക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടി വലിയ തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു. അതിനിടയിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിനിടയിലാണ് ഒരു അപകടം സംഭവിക്കുന്നത്. അത് കലാലയത്തെ, നാടിനെ തന്നെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി എന്നുള്ളതാണ്. സ്ഥിരമായ അപകടം നടക്കുന്ന മേഖലയിൽ അതിലവസാനം ബലിയാടാകേണ്ടി വന്നു. ഒന്നാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ഉറ്റ ചങ്ങാതിമാരായിരുന്നു അവർ. 8 പേരും 8ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഇർഫാന ഷിറിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉള്ളുലഞ്ഞാണ് ഇർഷാനിക്കും നിതയ്ക്കും റിയയ്ക്കുമൊക്കെ ഇപ്പോൾ യാത്രയപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കുഞ്ഞുങ്ങളാണ്. ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് നാളെ ഇന്നത്തെ ദിവസം ഹിന്ദി പരീക്ഷയാണ്. ഇപ്പം ടെൻഷനോടു കൂടിയാണ് 4 പേരും സ്കൂളിൽ നിന്ന് മടങ്ങിയത്. പരീക്ഷ കഴിഞ്ഞ് നേരത്തെ ഇറങ്ങണം എന്ന തീരുമാനത്തോടു കൂടി വന്നവരാണ്. പക്ഷേ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. കോങ്ങാട് MLA ശാന്തകുമാരി ഇപ്പോൾ നിദ ഫാത്തിമയുടെ വീട്ടിലുണ്ട്. ചാർജുള്ള 2 മന്ത്രിമാർ വരും. അവരെല്ലാം 8:30 എത്തും. ഇവിടെ MP രാജേഷും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും 2ആളും 8:30 എത്തും. ബാക്കി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡയറക്ടറേറ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഹാളിലേക്കാണ് വരിക. അപ്പോൾ അവിടെ ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് സൗകര്യം. ഇവിടെ എല്ലാ ബന്ധുക്കളും മറ്റുമായിരിക്കുമല്ലോ കൂടുതലായിട്ടുണ്ടാവും. കോങ്ങാട് MLA ശാന്തകുമാരിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് ദുരന്തം. ഈ 4 വിദ്യാർത്ഥികളെയും 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച 4 വിദ്യാർത്ഥികളെയും ജീവനെടുത്ത് സിമൻറ്റ് കയറി വന്ന ലോറി പാഞ്ഞു കയറിയത്. ഇർഫാന ഷിറിൻ, ഐഷ AS, റിദ ഫാത്തിമ, നിദ ഫാത്തിമ. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അജ്നാഷിറിൻ മാത്രം അത്ഭുതകരമായി അതിൽ നിന്നും രക്ഷപ്പെട്ടു. ഇന്നലെ അജ്നാഷിറിനുമായി ഞങ്ങളുടെ പ്രതിനിധി അഷ്കർ കരിമ്പ സംസാരിച്ചു. ഇപ്പോഴും അജ്നാഷിറിൻ്റെ കയ്യിൽ ഈ കൂട്ടുകാരുടെയൊക്കെ ഒരു ബാഗും ഒരു റൈറ്റിംഗ് പാഡും കയ്യിലുണ്ട്. ഹൃദയുടെ റൈറ്റിംഗ് ബോർഡ്, അതേപോലെ നിതയുടെ കുട, ഇതിപ്പോഴും അജ്നാഷിറിൻ്റെ കയ്യിലുണ്ട്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച മനുഷ്യർ.
1/2 കിലോമീറ്ററിനുള്ളിൽ മാത്രം വീടുകളുള്ള ഉറ്റത്തോട് ഇർഫാന ഷെറിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ ഉമ്മ ഇർഫാന ഷെറിനെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷം പോകുന്ന വഴിയിൽ തന്നെ ഡെൻ്റൽ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് കാത്തിരുന്നതാണ്. ഉമ്മയെ ഒരു നോക്ക് കണ്ട നിമിഷത്തിൽ തന്നെയാണ് ദിശ തെറ്റി വന്ന സിമൻ്റ് ലോറി ഇർഫാന ഷെറിൻ്റെയും ഐഷയുടെയും ഹൃദയുടെയും നിതയുടെയും ജീവനെടുത്ത് പാഞ്ഞു കയറിയത്. അതുകൊണ്ട് ആ ഉമ്മയ്ക്കും ആ കുടുംബത്തിനും അത് താങ്ങാൻ പോലും കഴിയുന്നില്ല. തൻ്റെ കൺമുന്നിൽ വെച്ച് മകളെ നഷ്ടപ്പെട്ടതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ഇർഫാന ഷെറിൻ്റെ ഉമ്മ. ഐഷ ASനെ കുറിച്ച് ഇന്നലെ ടീച്ചർ പറഞ്ഞത് 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ എല്ലാ കലോത്സവങ്ങളിലും ഐഷ AS ആയിരുന്നു മണവാട്ടി. ഇത്തവണയും കല്ലടിക്കോട് നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഐഷ ASൻ്റെ നേതൃത്വത്തിലുള്ള ഒപ്പന സംഘം പങ്കെടുത്തിരുന്നു. പഠനത്തിലും കലയിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥിനികളാണ് റിദ ഫാത്തിമയും, നിദ ഫാത്തിമയും, ഇർഫാന ഷെറിനും ഐഷ ASും. 4 പേരും മരണത്തിലേക്കും ഒരുമിച്ചായി മടക്കമെന്നതാണ്. ഇന്നലെ ഇവർ അപകടത്തിന് തൊട്ട് മുമ്പ് ഒരുമിച്ച് ചേർന്ന് റോഡിൻ്റെ പാതയിലൂടെ അരികിലൂടെ സഞ്ചരിച്ചു നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ദിശ തെറ്റി വന്ന ഒരു സിമൻ്റ് ലോറി ഇവരുടെ ജീവനെടുത്തത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, പുലർച്ചെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം അവിടെ എത്തിയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ജുമാ ആയതുകൊണ്ട് തന്നെ നേരത്തെ സംസ്കാര ചടങ്ങുകൾ നടക്കും.